ഒരു കുഞ്ഞ് വലിയ സ്വപ്നം പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ ജീവൻ ഇനിയും ചെറുതാകാത്തതുകൊണ്ടാണ്. ആ കുഞ്ഞിന്റെ ഉള്ളിലെ ചൈതന്യം ഇനിയും തെളിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ പറയുന്നത്. നമുക്കത് പറ്റുമോ എന്നൊരു ചോദ്യം മതി ആ കുഞ്ഞിനെ തളർത്താൻ. മക്കളെ നാം സംരക്ഷിക്കണം, അതിൽ സംശയമില്ല. പക്ഷേ സംരക്ഷിക്കേണ്ടത് അവരുടെ ശരീരം മാത്രമല്ല, അവരുടെ ഉള്ളിലെ വെളിച്ചവും കൂടിയാണ്. ഒരു കുഞ്ഞ് പറയുകയാണ്, ഞാൻ വലിയൊരാളാകണം, എനിക്ക് ഇത്ര വലിയൊരു ജോലി വേണം, അതല്ല വലിയൊരു ബിസിനസ്മാൻ ആവണം. എന്തും കുഞ്ഞ് പറഞ്ഞോട്ടെ, പക്ഷേ കുഞ്ഞ് പറയുന്നത് കുഞ്ഞിൻ്റെ ഉള്ളിലെ സാധ്യതയെക്കുറിച്ചാണ്. പല അച്ഛന്മാർക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾ വലിയ സ്വപ്നം കാണുന്നത് ഭയമാണ്. കാരണം അവർക്ക് അവരുടെ ജീവിതം എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷ വച്ചാൽ വേദന കിട്ടും, വലിയ ആഗ്രഹം വച്ചാൽ നിരാശ വരും. അത് മാനേജ് ചെയ്യാൻ എൻ്റെ കുട്ടിക്ക് പറ്റുമോ? അതുകൊണ്ട് കുട്ടികളെ അവർ സുരക്ഷിതമായ ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ വയ്ക്കാൻ നോക്കും. അത് സ്നേഹമില്ലാത്തതിനാലല്ല, അവരുടെ അറിവ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പേടിയുള്ള സ്നേഹമാണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷേ ഇവിടെ ഒരു സത്യമുണ്ട്. ചെറിയ സ്വപ്നങ്ങളിൽ ഒതുക്കപ്പെട്ട കുട്ടികൾ സുരക്ഷിതരായി താൽക്കാലികമായി നമുക്ക് തോന്നാം. പക്ഷേ ഉള്ളിൽ നിന്ന് അവർ പതിയെ മങ്ങിപ്പോയേക്കാം. വലിയ സ്വപ്നം കണ്ട് ഒരു പ്രാവശ്യം വീണ കുഞ്ഞ് വീണ്ടും എഴുന്നേക്കാൻ പഠിക്കും. അത് കുഞ്ഞിന്റെ ബേബി സ്റ്റെപ്പാണ്. എന്നാൽ സ്വപ്നം കാണാൻ ഭയപ്പെട്ട കുഞ്ഞ് ജീവിതം മുഴുവൻ സ്വന്തം ശക്തി പോലും മനസ്സിലാക്കാതെ ജീവിച്ചേക്കാം. മക്കളൊരു വലിയ ആഗ്രഹം നേടാൻ ശ്രമിച്ചിട്ട് നേടാനായില്ലെങ്കിൽ അതിനെ പരാജയമെന്ന് വിളിക്കരുത്. അത് അവരുടെ വലിയ യാത്രയുടെ ബേബി സ്റ്റെപ്പാണ്. ഒരു മരത്തിന് ഇന്ന് നിഴൽ നൽകാൻ കഴിയുന്നത് ഇന്നലെ ഒരു വലിയ ചെടിയായിരുന്നതിനാലല്ല, ഇന്നലെ ഒരു ചെറിയ മുളയായിരുന്നതിനാലാണ്. മെല്ലെ മെല്ലെ സ്വപ്നങ്ങൾ വിടർന്നു വികസിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടുന്നതല്ല എന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് ശ്രമങ്ങളിലൂടെ, തെറ്റുകളിലൂടെ, പഠനങ്ങളിലൂടെ, ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ വളരുന്നതാണ്. ഇപ്പോൾ ഒരു വിജയം കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജീവിതമേ പരാജയപ്പെട്ടു എന്ന് കരുതരുത്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് വീഴരുത് എന്നല്ല, വീണാലും നിന്നിലെ വെളിച്ചം അണയരുതെന്നാണ്. അണയാതെ സൂക്ഷിച്ചു വെക്കുവാനുള്ള ജീവിത വിദ്യയാണ് നമ്മൾ മക്കളെ നിത്യേന പരിശീലിപ്പിക്കേണ്ടത്. പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടാം, ഒന്നാം സ്ഥാനം പോയെന്നിരിക്കാം, ഒരു മത്സരം നഷ്ടപ്പെടാം, ഒരവസരം നഷ്ടപ്പെടാം. പക്ഷേ സ്വന്തം ഉള്ളിലെ ചൈതന്യത്തിന്റെ പ്രഭ കുറഞ്ഞു പോയാൽ അതാണ് യഥാർത്ഥ നഷ്ടം. അച്ഛനും അമ്മയും ചെയ്യേണ്ട ജോലി മക്കൾക്ക് എല്ലാം ഉടനെ കൊടുക്കുകയല്ല, അവരുടെ ഉള്ളിൽ ഒരു വാക്കുറപ്പിക്കുകയാണ്. നിനക്ക് ശ്രമിക്കാം, നിനക്ക് സ്വപ്നം കാണാം, നീ ഉടൻ ജയിച്ചില്ലെങ്കിലും നീ ചെറിയവനോ ചെറിയവളോ ആവുന്നില്ല. ഏത് സാഹചര്യത്തിലും അച്ഛനും അമ്മയും സപ്പോർട്ടോടെ നിന്നോടൊപ്പം ഉണ്ട്. ഈ ഒരു വാക്ക് മാത്രം മതി നമ്മുടെ കുഞ്ഞിന്. ഒരു കുഞ്ഞ് വലിയ സ്വപ്നം പറയുമ്പോൾ നിങ്ങൾ അതിനെ ചെറുതാക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ കുട്ടിയുടെ ഉള്ളിൽ കെട്ടുന്ന മതിലാണ്. പക്ഷേ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വാക്കും അവൻ്റെ ഉള്ളിൽ വലിയൊരു വാതിലാണ് നിങ്ങൾ തുറന്നിടുന്നത്. ഇന്നു മുതൽ നമുക്ക് മക്കളോട് ഇങ്ങനെ പറയാം, വലിയ സ്വപ്നം കാണൂ, ശ്രമിക്കൂ, ഇടറാം, പക്ഷേ നിന്റെ ഉള്ളിലെ വെളിച്ചമണയാൻ ഞാൻ അനുവദിക്കില്ല. ഇത്തരം ഒരു വീട് തന്നെയാണ് ഭാവിയിലെ സന്തോഷമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരും അമ്മമാരും മക്കളെ ചെറിയ സ്വപ്നങ്ങളിൽ ഒതുക്കരുതെന്ന് മാത്രം അപേക്ഷ. അവർക്ക് ആകാശം കാണിച്ചു കൊടുക്കൂ, അവരോട് പ്രതീക്ഷയുടെ ഭാഷ സംസാരിക്കൂ. അവർ പരാജയപ്പെട്ടാലും കൈവിടരുത്, കാരണം അവർ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ് നാളെ ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കമായിരിക്കുക. താങ്ക് യു ഫോർ യുവർ ഡ്രീംസ്. ഒരു കുഞ്ഞിൻ്റെ സ്വപ്നത്തെ കരുതുന്നത് ഒരു തലമുറയുടെ വെളിച്ചത്തെ കരുതുന്നതാണ്. ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്കാരും കുട്ടിക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു. ആലോചിച്ചു നോക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചിന്തിച്ചത്? അവിടെ നിന്ന് മാറാൻ സമയമായില്ലേ? കാലം മാറി, കഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു,
നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്തവരായിട്ട് വിജയിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ മെല്ലെ മെല്ലെ വിട്ടുകൊടുക്കാൻ പഠിക്കുക മക്കളെ. ചെറിയ പരാജയങ്ങൾ വന്നോട്ടെ, ആത്യന്തികമായ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. നാളെ മറ്റൊരു വിഷയവുമായി വരാം. അതുവരെ നന്ദി പറയുക. ഇത്രയും സ്നേഹനിധികളായ മക്കളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചതിന്, നമുക്കിതുപോലെയുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ ഓരോ നിമിഷവും നമ്മളോടൊപ്പം തന്നതിന് താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.